ഓത്ത് ബോയ് നിങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ കുറച്ച് കമൻസ് ഒക്കെ കണ്ടായിരുന്നു. എൻ്റെ ലാസ്റ്റ് വീഡിയോക്കകത്ത്, എൻ്റെ ചെയർ ലിഫ്റ്റിംഗ് വീഡിയോക്കകത്ത് കുറേ പേര് പറയുന്നു ഞാൻ സൈഡിലെ കൈ കുത്തിയോണ്ടാണ്, മുട്ട് കുത്തിയോണ്ടാണ്, ഞാൻ ഫുള്ളും ഫിസിക്സും സൈക്കോളജിയും കെമിസ്ട്രി എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ പൊക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ കൈ കുത്താതെ, ഈ ലെഫ്റ്റ് കൈയും കുത്താതെ, ഈ മുട്ട് ഞാൻ കുത്തിയിട്ടില്ല, തൊട്ടേ ഉള്ളൂ, അങ്ങനെ കുത്താതെ പൊക്കുന്ന കുറേയൊക്കെ ഉണ്ട് അതിനകത്ത്. വീഡിയോ ഫുള്ളും കണ്ടാൽ മനസ്സിലാവും. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ആ കമൻസിനകത്ത് ഇത്രയും പേര് ഈ വ്ളോഗിൽ കാണുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ സ്പെഷ്യലി കൈ കുത്താതെ പൊക്കി കാണിച്ചു തരാം. കൈയും കാലും ഒന്നും കുത്തുന്നില്ല, മതിയാ, കാല് കുത്തേണ്ടി വരും, അല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ചെയറിൻ്റെ ചലഞ്ച് കുറേ ചെയ്ത്, ഇനി 1 വർഷം കഴിഞ്ഞ് ചെയ്യാനാണ് എനിക്ക് പ്ലാൻ. പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ കൈ ഇവിടെ ഇങ്ങനെ കുത്തുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്തുനിന്ന് ഫിസിക്സ് യൂസ് ചെയ്യുവാണെന്ന്. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വേണ്ടി കൈ തന്നുന്നത്. പക്ഷെ ഞാൻ പൊക്കാം നിൽക്കുക. ഇതിന് ചോക്ക് വേണോടെ, കുറച്ച് കഴിയുമ്പോൾ പിടിക്കാൻ ഗ്രിപ്പ് കിട്ടത്തില്ല. അതെ, ഞാൻ മുട്ട് കുത്തിട്ടില്ല കേട്ടോ ഇവിടെ. സ്ലിപ്പാവുക. ഇപ്പൊ കമൻസിന് ആൾക്കാർ പറയാം, കണ്ട പൊങ്ങിയില്ല. ഞാൻ പൊക്കാടെ, എൻ്റെ കൈ പുറകിലാണ്. മതിയാ, നീ ആരെങ്കിലും പറയുന്ന ഫിസിക്സും ടെക്നോളജിയൊക്കെ ആണെന്ന് പറയൂ, ഫിസിക്സ് ടെക്നോളജി ആണെന്ന് പറയൂ, കെമിസ്ട്രി പറയൂ. കൈ എവിടെ ഇരിക്കുന്നത് കണ്ട, ഫിസിക്സ് ആണ്, മാങ്ങാണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആയി കൊടുത്തിരിക്കുന്നു. എല്ലാവരും പിടിച്ച് അവിടെ തെന്നുന്നടേ. എൻ്റെ ചോക്കില്ലായിരുന്നു, അപ്പോൾ ചെറിയൊരു പസ്മ എടുത്ത് കയ്യിലിട്ടത്. അപ്പോൾ ഓരോ മിത്ത് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറയുമ്പോൾ എൻ്റെ പറയണം കേട്ടോ. അടുത്ത വർഷം ഞാൻ ഇനിയും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയർ വെയിറ്റ് കൂട്ടും. ബോയ്സ്, ഈ വ്ളോഗ് കാണുന്നവരെല്ലാം പോയിട്ട് എൻ്റെ മെയിൻ ചാനലിൽ പോയി അവിടെ കമൻറ്റ് എഴുതി എല്ലാവർക്കും പോയി റിപ്ലൈ കൊടുക്കണം കേട്ടോ. ഓരോ ഈ ടെക്നിക്കും ഫിസിക്സും പറയുന്നവർക്കൊക്കെ നല്ല റിപ്ലൈ കൊടുത്തിട്ട് വരും. ആരാണ് വണ്ടിയൊക്കെ ആയിട്ട് കടയിൽ നിന്ന് തിരിച്ചു വന്നതെന്ന് നോക്കിയേ, എന്ത് പറ്റി? ഒന്നും പറ്റാനില്ല, ആരും വരുന്നില്ല. ആണോ? വിശന്ന് വലഞ്ഞ് ഇത്ര നേരം കൊണ്ട് അവിടെ ഇരിക്കുന്നേ, ആരും വരണ്ട. നമുക്ക് ഫുഡ് വല്ലതും വേണം? എന്നാ ഫുഡ്? അല്ലെ അമ്മ വിശന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. വിശന്നിരിക്കാന്ന് പറഞ്ഞാൽ അമ്മ ചോറുണ്ണാനായിട്ട് കടയിൽ നാളെ മാറ്റാനായിട്ടില്ല. അച്ഛനും ഇങ്ങോട്ട് ഏത് വഴി പോയത് കണ്ടില്ല. ഇത്ര നേരം വരെ 2 മണി കഴിഞ്ഞിട്ട് വിശന്നിരിക്കുന്നവിടെ. ഫുഡൊന്നും കഴിക്കുന്നില്ല. ഞാൻ വല്ല മേടിച്ചിട്ട് വരാം. ഇതൊന്നും മേടിച്ചോണ്ട് വരണ്ട, വേവിച്ച് വെച്ചിട്ട് കടയിലോട്ട് വരികയല്ല. എന്ത് പറ്റി? ഞാൻ പാവപ്പെട്ട കൊച്ചിയർക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബോഡിയൊക്കെ സെറ്റ് ആകുകയാണ്. ഇവിടെ ഫുഡിന്റെ വീഡിയോ ഒന്ന് ചെയ്യുന്നത് പറയുന്നത് സ്റ്റാർബക്സിന്റെ നാളെ ചെയ്യണമെന്ന് ഓർക്കുക. വേണ്ട, ഇത്രയും ശരീരം ഡെവലപ്പ് ആക്കിയിട്ട് ഇനി ഡെവലപ്പ് ആയിട്ടില്ല, ഇനി ഉണ്ട് ഡെവലപ്പ് ആക്കാൻ. പകുതി വഴി എത്തിയുള്ളൂ. അല്ല, പകുതി വഴിക്കത് ചെയ്തിട്ട് വേണ്ട. അതിന് ഏതെങ്കിലും പിള്ളേരെ ഒന്ന് തപ്പിയെടുത്താൽ മാത്രം മതി. പിള്ളേർ തപ്പുന്നത് നമുക്ക് തന്നെ ചെയ്യാം. 24 മണിക്കൂർ സ്റ്റാർബക്സ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് ഞാൻ 10,000 കാലറി കഴിച്ച് തീർക്കും. കാലറി കഴിച്ചിട്ട് ഇത്രയും പിന്നെ ഇത് ഡെവലപ്പ് ആക്കി എടുത്ത എന്തിനായിരുന്നു? ഡെവലപ്പ് ആക്കി എടുക്കാം. തള്ളക്ക് 2, 4 ഓപ്പറേഷൻ ആയി, ഇളക്കി ഇളക്കി. ഈ നേരം ഞാൻ വല്ല ഹോട്ടലിൽ പോയി നിന്നിരുന്ന എത്ര രൂപ ശമ്പളം കിട്ടിയേനെ എനിക്ക്. എന്ത് ഫുഡാ ഇവിടെ ഞാൻ ഇളക്കി വേവിക്കുന്നത്. അതാണ് വൈകുന്നേരം അമ്മേന്റെ കൈ. എന്നിട്ട് നീ എന്ത് വരുന്നടാ വന്ന് ചോദിച്ചത്? നിങ്ങളുടെ അമ്മ വീട്ടിലത്തേക്ക് അമ്മ മുട്ട പോലും ഒന്ന് വേവിച്ചതില്ലെന്ന്. ഉച്ചക്ക് ഇത്ര മീറ്റ് വേവിച്ചിരിക്കുന്ന ഒരു മുട്ടയെങ്കിലും നിനക്ക് വേവിച്ചു തന്നൂടാ? പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന മുട്ടയുടെ ടേസ്റ്റ് വരത്തില്ലല്ലോ ഞാൻ ഉണ്ടായി കഴിഞ്ഞാൽ. ഇങ്ങനെയൊക്കെയുള്ള ഗുണമുണ്ട്. ഒരിച്ചിരി ടേസ്റ്റ് കുറഞ്ഞോട്ടെ, അങ്ങോട്ടേക്ക് കഴിക്കും, എങ്ങനെയെങ്കിലും ഒക്കെ കഴിക്കും. ഇനി എനിക്ക് വയ്യ, വേറെ പണിയുണ്ടാക്കാൻ നോക്ക്. അല്ലടാ, അതിനകത്തെ ബോഡിയില് നീ 60 ദിവസം ഒരു ദിവസം എല്ലാം ഫുള്ള് 6 ഇതുണ്ടാ, 6 പാക്ക് ആറുണ്ടാ? എന്നിട്ടാ 6 പോയിട്ട് 4 പോലും ഇല്ല വ്യക്തമായിട്ട്. പകുതി മൂത്രമായിരുന്നാടാ. പകുതി മൂത്രം ഉള്ളായ മുട്ടി കഴിഞ്ഞാൽ അത് താഴത്തെ കാണാൻ പറ്റത്തില്ല. ഉള്ളിട്ട് സെറ്റ് ആവും. അയ്യോ, എല്ലാം അന്നേരം പ്ലാനാണില്ലേ? പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കുന്ന അവസ്ഥ. ഒരു കാര്യമുണ്ട്, ഇത് വെറുതെ കളയില്ല. ഈ എടുത്ത ഡയറ്റില് നാളെ ഫുഡ് കഴിച്ച് ചലഞ്ച് ചെയ്യരുത്. എടുത്ത കഷ്ടപ്പാടില് നീ കാണിക്കാത്ത എന്തുമാത്രം ആഹാരമാണ് ഇവിടെ കഴിച്ചു മാറ്റുന്നത്. അതൊന്നും നീ ഫോട്ടോ ഒന്നും കാണിക്കുന്നില്ല. നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നീ ഒന്ന് കഴിക്കുന്ന ഫോട്ടോയെങ്കിലും എടുത്തു പോയി. ഇന്നലെയാ ഫുള്ള് കഴിച്ചിരിക്കുന്ന പോലെ ഒറ്റ ഫോട്ടോ ഇല്ല. ഇപ്പൊ കാണിച്ചില്ല, സ്ക്രീനിൽ വന്ന് കാണുക. ഫോട്ടോ ഫുഡിന്റെ സ്ക്രീനിൽ വന്നാ. എന്തിനാടാ ആൾക്കാരെ പറ്റിക്കുന്ന? 6 ബാക്കില്ലാതെ എന്തിനാടാ നീ 60 ദിവസം ഒരു ദിവസം അടിച്ചാകൊണ്ടാണ് ആൾക്കാർ കിടക്കുന്നത്. എന്റെ 4 ബാക്കിനാ കുഴപ്പം.
എന്തിനാണ് കളവ് ഉണ്ടാക്കി വെക്കുന്നത്? എന്തിനാ അപ്പൊ ഈ ബൈക്ക് നമുക്ക് സർവീസ് ചെയ്യണം. എന്റെ ബൈക്ക് ഇവിടെ ഇങ്ങനെ പൊടിയടിച്ചിരിക്കുന്നതുകൊണ്ട് കുറെ നാളായി. FZ25 250cc പവർ ഇല്ലിന്, അതാണ് എന്റെ പ്രത്യേകത. ഇതിന്റെ RC എവിടെ പോയെന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. എന്താ സഞ്ജി മറ്റേതൊക്കെ ഇതിനകത്ത്. സീറ്റിന്റെ ഡിസൈൻ കണ്ട മോനെ, സീറ്റിന്റെ അടിയിലുണ്ടോ? ഒന്നും ഇല്ലട്. നിന്റെ സീറ്റും ഫിക്സ് ആക്കണം. ഒരു സെക്കൻഡ്, ഞാൻ RC തപ്പിട്ട് വരട്ടെ. വണ്ടി സ്റ്റാർട്ട് ആവാൻ നോക്കാം. ഇതൊന്ന് ഇത് വീണോല്ല ആക്സിലേറ്റർ. ഓ ടൈറ്റ്. ഗുഡ് ബോയ് ഗുഡ് ബോയ്. വണ്ടിയുടെ RC എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഓൺലൈൻ ആയതുകൊണ്ട് അത് വെച്ച് ചെയ്യാം. RC യോടൊപ്പം തപ്പേണ്ടി കിട്ടുന്നില്ല നോക്കിയിട്ട്. അപ്പോൾ അക്ഷയ വണ്ടി കൊണ്ടുപോകും. തിരിച്ചു വരുമ്പോൾ നമുക്ക് കാറി വരാൻ പറ്റുമോ? അതിനകത്ത് കാറ്റൊന്നും ഇല്ലെന്ന് തോന്നി. എന്തായാലും എന്തോ കൊച്ചു കേൾക്കുന്നില്ല, അനങ്ങുന്നില്ലേ വണ്ടി? കാറ്റ് എന്താ ഞാൻ പറയാം, നീ അവിടെ പോയി ഒന്ന് അടിക്ക്. ഇവിടെ നമുക്ക് ആദ്യം ഇതിന്റെ ഇത് ചെയ്യാം. എന്താണ് പൊല്യൂഷൻ. ഈ പീച്ചെ ഹാനി വണ്ടി ഓടുകയൊക്കെ ചെയ്യുന്നേ. ട്രൈ അത് നിന്ന് പോകും കേട്ടോ. എന്തുവാണ് ആക്സിലറേറ്റർ കണ്ട. പുതിയ ടയർ ഇട്ട് വേണ്ടി പിന്നെ ഞാൻ വണ്ടി യൂസ് ചെയ്ത പോലും ഇല്ല. എത്ര കാറ്റുണ്ടായിരുന്നു എന്നാലും. വണ്ടിയുടെ പൊല്യൂഷൻ ഓൾറെഡി ഉണ്ട്. മാർച്ച് വരെ. അപ്പോൾ ഞാൻ ഒരു കോപ്പി എടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ എന്തായാലും ഷോറിലോട്ട് പോകും. ഞാൻ കാറുമായിട്ട് ഷോറിലോട്ട് പോകാം. റെഡിയാക്കിയിട്ട് ഓടിച്ച് നോക്കട്ടെ വണ്ടി. അപ്പോൾ അവിടം വരെ നേരെ എത്തിയാൽ മതിയായിരുന്നു. ഞാൻ എത്തി യമഹയുടെ ഷോറൂമിൽ. അവൻ എവിടെ? എൻ്റെ വണ്ടിയും കാണുന്നില്ല. വേണ്ട നിൽക്കുന്നവൻ ഇവിടെ വെച്ചിരിക്കുകയാണല്ലോ വണ്ടി. ഇത് ഫുള്ളും ചെയ്യണം ചേട്ടനൊക്കെ പറയണതിന്. ഫോണിന് മാത്രം ഒരു കുഴപ്പമില്ല, വേറെ എല്ലാം ഭയങ്കര കുഴപ്പമാണ്. ഫോണിന് മാത്രം കുഴപ്പമില്ല ഞാൻ പറയുക. വണ്ടി കുറച്ച് നാളായി ഞാൻ ഉപയോഗിക്കാൻ കിടന്നിട്ട്. എനിക്കത് സെറ്റാണെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, പണിത് വളരെ ഷോകമായ ഒരു വണ്ടിയാണ്. നല്ല റോഡ് വന്നാലും മൈലേജ് പണ്ട് എത്രയും അത്ര തന്നെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടുവന്ന് പിന്നെ ഷോകോയതാണ്. ബാംഗ്ലൂരിൽ കൊണ്ട് അവിടെ ഇട്ട് സർവീസ് ചെയ്ത് ഓരോ സർവീസ് കഴിയുന്നതോറും വണ്ടി ഷോകോയിക്കൊണ്ടിരുന്നു. ഞാൻ അവർക്ക് പറഞ്ഞ് എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് എടുക്കത്തുള്ളൂ. എന്തായാലും ഇവിടെ തന്നെ കിടക്കട്ടെ, എൻ്റെ പൈസ ഇല്ല. ഈ മാസം അവസാനത്തെ എടുക്കുക. ഈ മാസം ഫുള്ള് ഒടുക്കത്തെ വീഡിയോ ഉണ്ടാക്കിയത് ഇപ്പോൾ 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കുക. ഈ വണ്ടി മേടിച്ചിട്ട് ഫുൾ ടൈം അടിച്ചിട്ടുള്ളൂ ഞാൻ. അവൻ്റെ കയ്യിൽ 500 രൂപ പെട്രോൾ അടിക്കുന്നത് കണ്ട. 500 ഞാൻ 1 കോടി ഇന്നലെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുള്ളൂ. ഇവിടെ 500 രൂപ പെട്രോള്. 500 രൂപയ്ക്ക് അവനെന്താ കാറ്റാണ് അടിച്ചു തന്നത്. ആ സൂചി ഒന്ന് അനങ്ങിയ പോലും ഇല്ലല്ലോ. നാളെ അടുത്ത വീഡിയോ വേണ്ടി വരാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബോയ്സ് നമുക്ക് ഈ മാസം ടൈറ്റാണ്. ഈ മാസം വളരെയധികം ടൈറ്റാണ്. ഞാൻ ഒറ്റയടിക്കാണ് ഇത്ര വീഡിയോ ഓൾറെഡി. ഇപ്പോൾ എത്ര വീഡിയോ എടുത്തു കഴിഞ്ഞ് ഞാൻ 5 വീഡിയോ എടുത്തു കഴിഞ്ഞ്. ഈ ആഴ്ചയിൽ 2 ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പം ഇതിനെല്ലാം എക്സ്പെൻസ് വളരെ അധികമാണ്. 40,000-50,000 പെർ വീഡിയോ വെച്ച് നോക്കിയാൽ തന്നെ 5 വീഡിയോ എന്ന് പറയുമ്പോൾ 2.5 ലക്ഷമായി. ഇനി മുമ്പിലോട്ട് ചെയ്യുന്ന വീഡിയോക്ക് അതിനും പൈസ. എഡിറ്റിങ്ങിന്റെ കോസ്റ്റ്, പ്രൊഡക്ഷന്റെ കോസ്റ്റ്, ലൈറ്റിങ്ങിന്റെ കോസ്റ്റ്, ക്യാമറയുടെ കോസ്റ്റ്, അടി പെട്രോളിന്റെ കോസ്റ്റ്. ഈ വണ്ടി പെട്രോൾ 30,000 രൂപ മാസം. 30,000-ന് ഇങ്ങനെ നക്കി കുടിക്കുക. ഗുഡ് ബൈ ഇങ്ങനെ തന്നെ വേണോടാ. നനഞ്ഞ് ഞാൻ ജിമ്മിൽ എത്തിയിരിക്കുകയാണ്. തരേണ്ട ഒരാവശ്യമില്ലായിരുന്നു. വെറുതെ. മാനേജർ എങ്ങോട്ട് പോകുന്നു? വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കോൾ ചെയ്യുവാണോ? എങ്ങോട്ട് ഇങ്ങനെ ഓടി പോകുന്നു? പരിഭവം. മസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്നലെ നടന്നില്ല, ഇന്ന് നടക്കാൻ നോക്കാം കേട്ടാ. ഇന്ന് ക്യാമറ വന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ക്യാമറ ഞാൻ പണ്ട് വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് ചെയ്തത്. എൻ്റെ കയ്യിൽ ബൈസെപ്പ് പെയിൻ ഉണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലേ? ആ ബൈസെപ്പിനെ കണ്ട കുറച്ച് കിട്ടും. എനിക്ക് കയറി വരുന്നുണ്ട് മോനെ. എനിക്ക് അയ്യോ കുറച്ചുകൂടി കഴിഞ്ഞാൽ കിട്ടും മോനെ. ഫുൾ ഇപ്പൊ കറക്റ്റായിട്ട് കാണാം. പക്ഷെ ലൈറ്റ് കാണുന്നില്ല. ഇപ്പൊ കാണാമോ? ബൈസെപ്പ് വീട്ടിലെത്തി. നാളെ ചിലപ്പോൾ വ്ലോഗ് കാണത്തില്ല. ഒരു 24 hours സ്റ്റാർബക്സ് വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. വേറൊരാളെ കൂടെ ചെയ്യിപ്പിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ അത് നാളെ ചെയ്യുന്നുണ്ടെങ്കിൽ വ്ലോഗ് വരത്തില്ല. ശരിക്കും സമയം കിട്ടത്തില്ല. അത് ചെയ്യുന്നില്ലെങ്കിൽ വ്ലോഗ് കാണും കേട്ടോ.